ചില അഭിനേതാക്കൾ സിനിമയിൽ അഭിനയിക്കുന്നു, ചിലർ സൂപ്പർ സ്റ്റാറുകളാവുന്നു. എന്നാൽ വളരെ വിരളമായി മാത്രമാണ് ഒരു കലാകാരൻ അല്ലെങ്കിൽ കലാകാരി ഒരു കാലഘട്ടത്തിന്റെ മുഖമായി മാറുന്നത്. മലയാള സിനിമയുടെ ചരിത്രത്തിൽ അങ്ങനെ ഒരു പേര് പറയാൻ പറഞ്ഞാൽ ആ പട്ടികയിൽ മുൻനിരയിൽ നിൽക്കുന്ന പേരാണ് ഷീല. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇന്നൊരു നടിയും നടനും ഒരുമിച്ച് 5-10 സിനിമകളിൽ അഭിനയിച്ചാൽ അത് വലിയ വാർത്തയാകും. 20 സിനിമകൾ കഴിഞ്ഞാൽ അത് അപൂർവ നേട്ടമായി കണക്കാക്കും. പക്ഷെ ഒരു കാലത്ത് ഒരു നായിക ഒരേ നായകനൊപ്പം 130 സിനിമകളിൽ അഭിനയിച്ചു. ലോക സിനിമയുടെ ചരിത്രത്തിൽ ഇന്നും തകർക്കപ്പെടാത്ത റെക്കോർഡ്. ഇനി അത് തകർക്കപ്പെടാനും പോകുന്നില്ല. നായിക ഷീല, നായകൻ പ്രേം നസീർ, ഒരു കാലഘട്ടത്തിന്റെ ഇഷ്ട ജോഡി. 1945 മാർച്ച് 22-ന് തൃശൂരിലെ കണിമംഗലത്ത് റെയിൽവേ ഉദ്യോഗസ്ഥനായ ആന്റണിയുടെയും ഗ്രേസിയുടെയും വീട്ടിൽ ഒരു പെൺകുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞിന് അവരൊരു പേരിട്ടു, ഷീല സെലിൻ. ആ കുടുംബത്തിന് സിനിമയുമായി യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. സ്റ്റുഡിയോകളോ സിനിമാ പാരമ്പര്യമോ ഒന്നുമില്ല. അച്ഛന്റെ ജോലി കാരണം വീട് മാറിക്കൊണ്ടേയിരുന്നു. തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരം, അവിടെ നിന്ന് ഊട്ടി, സേലം, കോയമ്പത്തൂർ, അങ്ങനെ പല പല സ്ഥലങ്ങളും. ഓരോ പുതിയ നഗരവും ഓരോ പുതിയ തുടക്കമായിരുന്നു. പലർക്കും അത് ബുദ്ധിമുട്ടായേനെ. പക്ഷെ ഷീല അതിൽ നിന്ന് മറ്റൊരു പാഠമാണ് പഠിച്ചത്: എവിടെയായാലും സ്വയം പൊരുത്തപ്പെടാൻ. പിന്നീട് ക്യാമറയ്ക്ക് മുന്നിൽ അവർ അത്ര സ്വാഭാവികമായി ഒരു കഥാപാത്രവുമായി മാറിയതിന്റെ തുടക്കം ഒരുപക്ഷെ ഈ ബാല്യജീവിതത്തിലായിരിക്കാം. ജീവിതം പതുക്കെ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് എല്ലാം മാറ്റിമറിച്ചൊരു അവസരം വന്നത്. അപ്പോൾ ഷീലയ്ക്ക് വെറും 13 വയസ്സ്. തമിഴ് നടൻ SS രാജേന്ദ്രൻ ആ കുട്ടിയുടെ ആത്മവിശ്വാസം ശ്രദ്ധിച്ചു. ഞങ്ങളുടെ നാടക സംഘത്തിൽ അഭിനയിക്കാമോ? ആ ചോദ്യം ഒരു ക്ഷണം മാത്രമായിരുന്നില്ല, ഒരു പുതിയ ജീവിതത്തിന് തുടക്കമായിരുന്നു. നാടകവേദിയിൽ നിന്ന് അവർ പഠിച്ചത് അഭിനയം മാത്രമല്ല, അച്ചടക്കം, സമയനിഷ്ഠ, കഥാപാത്രത്തെ മനസ്സിലാക്കാനുള്ള ക്ഷമ. അതൊക്കെയാണ് പിന്നീട് ഷീലയുടെ ഏറ്റവും വലിയ കരുത്തായി മാറിയത്. 1962-ൽ തമിഴ് സിനിമയിലെ ഇതിഹാസ താരം MGR-മൊത്ത് പാസം എന്ന ചിത്രത്തിലൂടെ ഷീല സിനിമയിലെത്തി. ആ ചിത്രത്തിന്റെ സെറ്റിൽ MGR ഒരു ചെറിയ മാറ്റം വരുത്തി. ഷീല എന്ന പേരിനൊപ്പം ദേവി കൂടി ചേർത്തു. അങ്ങനെ അവർ ഷീലാദേവിയായി. ഭാഗ്യജാതകം എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലേക്ക് എത്തിയപ്പോൾ അവർ വീണ്ടും ഷീലയായി മാറി. ആ ഒറ്റ പേര് പിന്നീട് ഒരു കാലഘട്ടത്തിന്റെ അടയാളമായി മാറുമെന്ന് അന്നാരും അറിഞ്ഞിരുന്നില്ല. ആദ്യ സിനിമയ്ക്ക് ശേഷം അവസരങ്ങൾ വന്നു, പിന്നെ അവസരങ്ങൾ വർദ്ധിച്ചു. അതിനുശേഷം സംവിധായകർക്ക് ഒരു കാര്യം വ്യക്തമായി: ഷീലയെ ഒരു കഥാപാത്രത്തിലേക്ക് ഒതുക്കാൻ കഴിയില്ല. ഗ്രാമീണ പെൺകുട്ടിയായും, രാജകുമാരിയായും, വേദന നിറഞ്ഞ അമ്മയായും, പ്രണയിനിയായും ഓരോ കഥാപാത്രത്തിനും അവർ സ്വന്തം വ്യക്തിത്വം നൽകി. അവിടെയാണ് ഒരു നായികയിൽ നിന്ന് ഒരു അഭിനേത്രിയിലേക്കുള്ള യാത്ര ആരംഭിച്ചത്. അതിനിടയിൽ ഒരിക്കലും മറന്നു പോകാൻ പറ്റാത്തൊരു കൂട്ടുകെട്ടുണ്ട്: സത്യനും ഷീലയും. മഹാനടൻ സത്യനോടൊപ്പം ഷീല സ്ക്രീൻ പങ്കിട്ടപ്പോൾ മലയാളത്തിൽ ജനിച്ചത് ഒരു പിടി ക്ലാസിക്കുകളായിരുന്നു. എല്ലാം ജീവിതഗ്രന്ഥിയായ കഥകൾ. ഷീല എന്ന അഭിനേത്രി രൂപപ്പെട്ടത് ഈ സിനിമകളിലൂടെയായിരുന്നു. സത്യൻ ഷീല സിനിമകളുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ആ സിനിമകളിലെല്ലാം ഒരു ജീവിതമുണ്ട്. മലയാളത്തിലെ മികച്ച നോവലുകൾ സിനിമയാക്കിയപ്പോൾ അതുപോലെ തന്നെ കലാമൂല്യമുള്ള സിനിമകളായിരുന്നു ഇവർ രണ്ടുപേരും നമുക്ക് തന്നത്. ചെമ്മീൻ, കടൽപ്പാലം, അരനാഴിക നേരം, ഒരു പെണ്ണിന്റെ കഥ, കൂട്ടുകുടുംബം, അടിമകൾ, നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി, തെറ്റ്, ശരശയ്യ, വാഴ്വേമായം, അശ്വമേധം, അനുഭവങ്ങൾ പാളിച്ചകൾ, അങ്ങനെ എത്രയെത്ര ജീവിത ഗ്രന്ഥിയായ സിനിമകളായിരുന്നു സത്യൻ ഷീല കൂട്ടുകെട്ടിൽ പിറന്നത്. അതിനിടയിലാണ് മലയാള സിനിമയുടെ ചരിത്രം മാറ്റിമറിച്ച് ആ കൂട്ടുകെട്ട് രൂപപ്പെടുന്നത്: പ്രേം നസീറും ഷീലയും. ആദ്യകാലത്ത് അത് മറ്റേതൊരു നായകൻ നായിക കൂട്ടുകെട്ടിനെയും പോലെയായിരുന്നു. പക്ഷെ ഓരോ സിനിമ കഴിയുന്തോറും ഒരു കാര്യം വ്യക്തമായി: പ്രേക്ഷകർക്ക് ഇവരെ ഒരുമിച്ച് കാണാൻ ഇഷ്ടമാണ്. സംവിധായകരും അത് മനസ്സിലാക്കി. അങ്ങനെ വീണ്ടും അതേ ജോഡി, വീണ്ടും വിജയം. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയപ്പോൾ ഷീലയും പ്രേം നസീറും മലയാള സിനിമയിലെ ഏറ്റവും വിശ്വസനീയമായ താരജോഡിയായി മാറി. ആ യാത്ര എവിടെയാണ് അവസാനിച്ചതെന്നറിയുമോ? 130 സിനിമകളിൽ ഒരു നായകനും നായികയും ചേർന്ന് ലോകത്ത് മറ്റാരും കൈവരിക്കാത്ത നേട്ടം. അതിനാലാണ് ആ റെക്കോർഡ് ഇന്നും ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം പിടിച്ചിരിക്കുന്നത്. എന്നാൽ ആ റെക്കോർഡിനേക്കാൾ പ്രധാനപ്പെട്ടത് മറ്റൊന്നായിരുന്നു. ആ കാലത്ത് സിനിമ കാണാൻ ആളുകൾ പലപ്പോഴും കഥ കേട്ടിട്ടല്ല ടിക്കറ്റ് എടുത്തിരുന്നത്. പ്രേം നസീറും ഷീലയും ഉണ്ടെങ്കിൽ അവർ തിയേറ്ററിലേക്ക് പോകുമായിരുന്നു. അത്രയായിരുന്നു ആ കൂട്ടുകെട്ടിന്റെ ജനപ്രീതി. ഈ വിജയങ്ങൾക്കിടയിൽ 1965-ൽ മലയാള സിനിമയെ ദേശീയ തലത്തിൽ ശ്രദ്ധേയമാക്കിയ ഒരു ചിത്രം എത്തുന്നത്: ചെമ്മീൻ. തകഴി ശിവശങ്കര പിള്ളയുടെ പ്രശസ്ത നോവലിനെ ആസ്പദമാക്കി രാമു കാര്യാട്ടൊരുക്കിയ ആ സിനിമയിൽ കറുത്തമ്മയായി ജീവിക്കുകയായിരുന്നു ഷീല. കടലോര ഗ്രാമത്തിലെ ഒരു പെൺകുട്ടിയുടെ സ്നേഹവും നിസ്സഹായതയും ഉള്ളിലെ സംഘർഷങ്ങളും ഷീല അത്രയും സ്വാഭാവികമായി അവതരിപ്പിച്ചു. ചെമ്മീൻ ദേശീയ പുരസ്കാരം നേടി. മലയാള സിനിമയുടെ പേര് ഇന്ത്യ മുഴുവൻ ചർച്ചയായി. ആ വിജയത്തിന് ശേഷം ഷീലയെ വെറും ജനപ്രിയ നായികയെ കാണാൻ കഴിഞ്ഞില്ല. അവർ മികച്ച അഭിനേത്രിമാരുടെ നിരയിലേക്ക് ഉയർന്നു. കള്ളിച്ചെല്ലമ്മ, വെളുത്ത കത്രീന, കുട്ടിക്കുപ്പായം, യക്ഷഗാനം, ശരപഞ്ചരം. ഓരോ സിനിമയും ഓരോ പുതിയ കഥാപാത്രം, ഓരോ കഥാപാത്രത്തിലും പുതിയൊരു ഷീല. അതുകൊണ്ട് തന്നെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ ഒന്നൊന്നായി അവരുടെ കൈകളിലെത്തി.
അതിനൊപ്പം മറ്റൊരു വിശേഷവും, മലയാള സിനിമയിലെ ഏറ്റവും തിരക്കേറിയ നായിക. രാവിലെ ഒരു സിനിമയുടെ ഷൂട്ടിംഗ്, ഉച്ചക്ക് മറ്റൊരു സിനിമ, വൈകുന്നേരം മൂന്നാമത്തെ സിനിമ. അത്ര തിരക്കിനിടയിലും ഓരോ കഥാപാത്രത്തിനും വ്യത്യസ്തമായ ഭാവം നൽകാൻ ഷീലയ്ക്ക് കഴിഞ്ഞു. അതായിരുന്നു അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഷീലയുടെ യാത്ര അഭിനയത്തിൽ മാത്രം അവസാനിക്കാനായിരുന്നില്ല. ക്യാമറയുടെ മുന്നിൽ നേടിയ വിജയം ഇനി ക്യാമറയ്ക്ക് പിന്നിലും ആവർത്തിക്കാനായിരുന്നു അവരുടെ തീരുമാനം. 70കളുടെ തുടക്കമായപ്പോഴേക്കും ഷീല മലയാള സിനിമയിലെ ഏറ്റവും വലിയ നായികമാരിൽ ഒരാളായിരുന്നു. അവരുടെ ഡേറ്റ് കിട്ടുക എന്നത് തന്നെ നിർമ്മാതാക്കൾക്ക് വളരെ കാര്യമായിരുന്നു. കാരണം ഒരു ഷീല ചിത്രം എന്നത് പ്രേക്ഷകർക്ക് ഒരു വിശ്വാസമായിരുന്നു. എന്നാൽ ഇത്രയും വിജയങ്ങൾക്കിടയിലും ഷീല ഒരു കാര്യം ശ്രദ്ധിക്കുകയായിരുന്നു. ഒരു സിനിമ വിജയിക്കുന്നത് അഭിനേതാക്കൾ കൊണ്ട് മാത്രമല്ല, അതിനു പിന്നിൽ ഒരു സംവിധായകനും ഒരു കഥയും നല്ലൊരു തിരക്കഥയും ഉണ്ടാകും. ആ ചിന്തയാണ് അവരെ ക്യാമറയ്ക്ക് പിന്നിലേക്ക് എത്തിച്ചത്. അക്കാലത്ത് മുൻനിര നായികമാർ സംവിധാനം ചെയ്യുന്നത് വളരെ അപൂർവമായിരുന്നു. പക്ഷെ ഷീല അതും പരീക്ഷിച്ചു. യക്ഷഗാനം, ശിഖരങ്ങൾ എന്നീ 2 ചിത്രങ്ങൾ സംവിധാനം ചെയ്തുകൊണ്ട് അവർ സംവിധായികയായും തന്റെ കഴിവ് തെളിയിച്ചു. കഥയും എഴുതി, തിരക്കഥയും തയ്യാറാക്കി. പിന്നീട് മമ്മൂട്ടി അഭിനയിച്ച ഒന്ന് ചിരിക്കൂ എന്ന ചിത്രത്തിനും കഥയും തിരക്കഥയും ഒരുക്കിയത് ഷീല തന്നെയായിരുന്നു. അഭിനയം, സംവിധാനം, എഴുത്ത്, സിനിമയുടെ 3 വ്യത്യസ്ത മേഖലകളിലും ഒരേ ആത്മവിശ്വാസത്തോടെ പ്രവർത്തിച്ച അപൂർവ കലാകാരികളിൽ ഒരാളായി അവർ മാറി. അതേസമയം അഭിനയ ജീവിതവും അതേ വേഗത്തിൽ മുന്നോട്ട് പോയി. വാഴ്വേമായം, അനുഭവം, വിഷ്ണു വിജയം, ഈറ്റ, ഓരോ സിനിമയും ഷീലയുടെ ജനപ്രീതി വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നു. കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പലതവണ അവർ സ്വന്തമാക്കി. അക്കാലത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിയ നടിമാരിൽ ഒരാളായിരുന്നു ഷീല. ചില സിനിമകളിൽ നായകന്മാരെക്കാൾ ഉയർന്ന പ്രതിഫലം ലഭിച്ചിരുന്നുവെന്ന് അന്നത്തെ സിനിമാ പ്രവർത്തകർ പറയുന്നു. 1983 ശേഷം ഷീല മലയാള സിനിമയിൽ നിന്ന് പൂർണ്ണമായും മാറി നിന്നു. ഒരു കാലത്ത് എല്ലാ സ്റ്റുഡിയോകളിലും തിരക്കിട്ട് ഓടി നടന്ന നായിക ഇപ്പോൾ ശാന്തമായ ജീവിതമാണ് തിരഞ്ഞെടുത്തത്. ഊട്ടിയിലായിരുന്നു അവരുടെ താമസം. ചിത്രരചനയിൽ കൂടുതൽ സമയം ചെലവഴിച്ചു. പൊതുപരിപാടികളിലും സിനിമാ ചടങ്ങുകളിൽ പോലും അവർ അധികം പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. 1-2 വർഷമല്ല, 22 വർഷങ്ങൾ. ഇതിനിടയിൽ മലയാള സിനിമ ഒരുപാട് മാറി. പുതിയ സംവിധായകർ വന്നു, പുതിയ നായികമാർ വന്നു, ഒരു പുതിയ തലമുറ സിനിമയെ ഏറ്റെടുത്തു. അതിനാൽ പലരും കരുതി ഷീല ഇനി തിരികെ വരില്ല. പക്ഷെ സിനിമ ചിലപ്പോൾ പഴയ അധ്യായങ്ങൾ വീണ്ടും തുറക്കും. 2003 സത്യനന്ദിക്കാട് മനസ്സിനക്കരെ എന്ന സിനിമയിലേക്ക് ഷീലയെ ക്ഷണിച്ചു. 22 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമുള്ള തിരിച്ചുവരവ്. സ്വാഭാവികമായും എല്ലാവർക്കും ഒരു സംശയമുണ്ടായിരുന്നു. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം പഴയ അതേ ഷീലയെ വീണ്ടും കാണാൻ കഴിയുമോ? സിനിമ പുറത്തിറങ്ങിയപ്പോൾ ആ സംശയമില്ലാതെയായി. പ്രേക്ഷകർ കണ്ടത് പഴയ നായികയല്ല, വർഷങ്ങളുടെ അനുഭവം കൂടിച്ചേർന്ന ഒരു മികച്ച അഭിനേത്രിയാണ്. ഷീലയുടെ തിരിച്ചുവരവ് പ്രേക്ഷകർ ഹൃദയപൂർവ്വം സ്വീകരിച്ചു. അതിന് 2 വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു സിനിമ, അകലെ. ശ്യാമപ്രസാദ് സംവിധാനം ചെയ്ത ആ ചിത്രത്തിൽ ഷീല അവതരിപ്പിച്ച കഥാപാത്രം വീണ്ടും അവരുടെ അഭിനയശേഷി തെളിയിച്ചു. ആ പ്രകടനത്തിന് 2005 മികച്ച സഹനടിക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ഷീലയ്ക്ക് ലഭിച്ചു. അതിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് ഒരു കലാകാരിയോ കലാകാരനോ ഇടവേള എടുക്കാം, പക്ഷെ കഴിവൊരിക്കലും നഷ്ടമാകില്ല. അതായിരുന്നു ഷീല വീണ്ടും അവാർഡിലൂടെ തെളിയിച്ചത്. തുടർന്നുള്ള വർഷങ്ങളിലും തിരഞ്ഞെടുത്ത കഥാപാത്രങ്ങളിലൂടെ അവർ സിനിമയിൽ സാന്നിധ്യം അറിയിച്ചു. അതേസമയം സിനിമയ്ക്ക് പുറത്ത് മറ്റൊരു മേഖലയിൽ ഷീല ശ്രദ്ധ നേടി, ചിത്രരചന. അവർ വരച്ച ചിത്രങ്ങളുടെ പ്രദർശനം സംഘടിപ്പിച്ചപ്പോൾ നിരവധി ചിത്രങ്ങൾ വിറ്റുപോയി. അതിൽ നിന്നുള്ള വരുമാനം സാമൂഹിക ആവശ്യങ്ങൾക്കായി സംഭാവന ചെയ്തതും ശ്രദ്ധിക്കപ്പെട്ടു. സിനിമയിലായാലും ജീവിതത്തിലായാലും ഷീല എപ്പോഴും സ്വന്തം വഴിയാണ് തിരഞ്ഞെടുത്തത്. ആ യാത്രയ്ക്ക് ലഭിക്കാനിരുന്ന ഏറ്റവും വലിയ അംഗീകാരം ഇനിയും ബാക്കിയായിരുന്നു. 5 പതിറ്റാണ്ടിലേറെ നീണ്ട അഭിനയ ജീവിതത്തിൽ അവർ ചെയ്തത് 100-200 സിനിമകളല്ല, 475-ലധികം ചിത്രങ്ങൾ. മലയാളം മാത്രമല്ല, തമിഴ്, തെലുങ്ക്, ഉറുദു ഭാഷകളിലും അവർ അഭിനയിച്ചു. എന്നാൽ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ഓർക്കുന്നത് മലയാള സിനിമയിലെ ഷീലയാണ്. കാരണം അവിടെ അവർ അഭിനയിച്ചത് കഥാപാത്രങ്ങളെ മാത്രമല്ല, ഒരു കാലഘട്ടത്തെയായിരുന്നു. 2019 കേരള സർക്കാർ ഷീലയെ JC ഡാനിയൽ പുരസ്കാരം നൽകി ആദരിച്ചു. മലയാള സിനിമയ്ക്കുള്ള സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന സംസ്ഥാനത്തിന്റെ ഏറ്റവും ഉയർന്ന ബഹുമതി. ആ പുരസ്കാരം സ്വീകരിക്കുമ്പോൾ ആദരിക്കപ്പെട്ടത് ഒരു നടിയെ മാത്രമായിരുന്നു. മലയാള സിനിമയുടെ സുവർണ കാലഘട്ടത്തിന്റെ ജീവിച്ചിരിക്കുന്ന ഒരു ഇതിഹാസത്തെയായിരുന്നു. ഷീലയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പലരും ആദ്യം പറയുന്നത് ഗിന്നസ് റെക്കോർഡിനെ കുറിച്ചാണ്. പ്രേം നസീറിനൊപ്പം തീർച്ചയായും അത് ചരിത്രമാണ്. പക്ഷെ ഷീലയുടെ യഥാർത്ഥ നേട്ടം ആ സംഖ്യയിലല്ല. 60കളിലെ പ്രേക്ഷകർക്ക് അവർ പ്രിയപ്പെട്ട നായികയായിരുന്നു. 70കളിൽ അവർ മികച്ച അഭിനേത്രിയായി മാറി. 80കളിൽ സംവിധായികയും തിരക്കഥാകൃത്തുമായി പുതിയ വഴികൾ തേടി. 22 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വന്ന് ദേശീയ പുരസ്കാരവും നേടി. ഓരോ കാലത്തും ഓരോ തലമുറയും ഷീലയെ ഓരോ രീതിയിലാണ് കണ്ടത്. അതാണ് അവരുടെ ഏറ്റവും വലിയ വിജയം. പ്രേം നസീറിനൊപ്പമുള്ള പഴയ സിനിമകൾ വന്നാൽ ആ പഴയ കൂട്ടുകെട്ട് വീണ്ടും ആസ്വദിക്കും. അകലെ കാണുന്ന പുതിയ തലമുറ അവരെ മറ്റൊരു തലത്തിലുള്ള അഭിനേത്രിയായി തിരിച്ചറിയും. ഒരു കലാകാരിക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അംഗീകാരം അതാണ്. ഒരു റെയിൽവേ ഉദ്യോഗസ്ഥന്റെ മകളായി തൃശ്ശൂരിൽ ജനിച്ച പെൺകുട്ടി 13-ാം വയസ്സിൽ നാടകവേദിയിലേക്ക് കടന്നു. 17-ാം വയസ്സിൽ സിനിമയിലെത്തി. പിന്നീട് മലയാള സിനിമയുടെ ഏറ്റവും തിരക്കേറിയ നായികയായി.
ലോക റെക്കോർഡിന്റെ ഭാഗമായ അഭിനേത്രിയായി, ദേശീയ പുരസ്കാര ജേതാവായി, ഒടുവിൽ കേരളത്തിന്റെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ ജെ.സി. ഡാനിയൽ പുരസ്കാരം സ്വീകരിച്ച് തന്റെ യാത്ര പൂർത്തിയാക്കി. ഷീലയെ ഒരു വാക്കിൽ വിശേഷിപ്പിക്കണമെങ്കിൽ അവർ ഒരു നായിക മാത്രമായിരുന്നില്ല. മലയാള സിനിമയുടെ സുവർണകാലം ഇന്നെങ്ങനെയായിരിക്കുന്നു എന്ന് പുതിയ തലമുറയ്ക്ക് കാണിച്ചു തരുന്ന ജീവനുള്ള ഒരു അധ്യായമായിരുന്നു. അതുകൊണ്ട് തന്നെ ഷീലയുടെ സിനിമകൾ പഴയതാകാം, പക്ഷെ ഷീല എന്ന പേര്